നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വരും. എന്നിട്ട് രൂപേഷേട്ടാ ആഹാരം കഴിക്കാം. അങ്ങനെ വന്ന് വിളിച്ചാലേ ഉടനെ പിറകെ വരാനൊന്നും രൂപേഷിനെ കിട്ടില്ല. എനിക്ക് ആഹാരം വേണ്ട എന്ന് ഞാൻ അങ്ങോട്ട് ഗൗരവത്തിൽ പറയും. അപ്പൊ ദർശന സ്നേഹം ഭാവിച്ച് പിണങ്ങല്ലേ രൂപേഷേട്ടാ, വാ ആഹാരം കഴിക്കാം എന്ന് വീണ്ടും വിളിക്കും. അപ്പോഴും മറുപടി ഒന്നും പറയാതെ ഞാൻ മിണ്ടാതെ നിൽക്കുമ്പോ ദർശന ഇഷ്ടത്തോടെ എൻ്റെ അടുത്തേക്ക് വരും. സ്നേഹത്തോടെ എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വീണ്ടും വിളിക്കും. അവക്ക് നന്നായിട്ട് അറിയാലോ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് അവസാനം എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും. അതോടെ എൻ്റെ വാശിയും ദേഷ്യമൊക്കെ പോകുന്നു ദർശനയ്ക്കറിയാം. എന്നിട്ട് എന്നോട് ചേർന്ന് നിന്നിട്ട് എൻ്റെ രൂപേഷേട്ടനല്ലേ, ക്ഷമിച്ചേക്ക്, വാ നമുക്ക് പോയി ആഹാരം കഴിക്കാന്ന് പറഞ്ഞ് എന്റെ കൈയും പിടിച്ചോണ്ട് അടുക്കളയിലേക്ക് നടന്നങ്ങ് പോവും. വരുന്നില്ലല്ലോ. അയ്യോ വരുന്നുണ്ടോ? രൂപേഷേട്ടാ വാ ആഹാരം കഴിക്കാം. അങ്ങനെ വിളിക്ക്. എനിക്കൊന്നും വേണ്ട, ബാക്കി കൂടി വരട്ടെ. വേഗം വേഗം, എനിക്ക് വിശക്കുന്നു. രൂപേഷേട്ടാ വാ, വന്ന് ആഹാരം കഴിക്ക്. വേണ്ടെന്നല്ലേ പറഞ്ഞത്. വാ അടുത്ത് വന്ന് കെട്ടിപ്പിടിക്ക്. ഇപ്പ വരും. ശരി, വേണ്ടെങ്കി വേണ്ട. എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ കഴിക്കാൻ പോവാ. ശരി. എനിക്കൊന്നും വേണ്ട അത്ര. അല്ലെങ്കിൽ തന്നെ അങ്ങ് ഭക്ഷണം നിയന്ത്രിക്കുന്ന ആളല്ലേ കുംഭകർണൻ. ഭക്ഷണത്തോട് പിണങ്ങാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ അങ്ങേരോട് അതിന് ചെയ്തത്? ഇനിയിപ്പോ എന്ത് ചെയ്യും? അബദ്ധമായോ? പിണങ്ങിയിരുന്നിട്ടും ഞാൻ പോയി വിളിച്ചതല്ലേ. ദർശന ഒറ്റയ്ക്കിരുന്ന് ആഹാരം കഴിക്കുന്നു. ഇതൊരു അത്ഭുത കാഴ്ചയാണല്ലോ. എല്ലാം ആ നകുലം പോലീസിന്റെ കുഴപ്പാ. എന്നെയും എന്റെ അഞ്ജനക്കുട്ടിയും വിട്ടിട്ട് നേരത്തെ പോയതും പോട്ടെ, ഒരു കട്ടിയുള്ള മനസ്സെങ്കിലും തന്നിട്ട് പോയിക്കൂടായിരുന്നോ? ദർശന ഒറ്റയ്ക്കിരുന്ന് മുഖവും വീർപ്പിച്ച് ആഹാരം കഴിക്കണമെങ്കിൽ
എന്തോ ഒരു ആഭ്യന്തര യുദ്ധം നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും കാര്യം? സാധാരണ ആളുകൾ പറയുന്നത് ജനിക്കുന്ന മക്കള് രണ്ടും പെൺകുട്ടികളാണെങ്കിൽ ഒരാൾക്ക് അതില് ആണിന്റെ മനസ്സ് കൊടുക്കുന്ന. ഇവിടെ അതുമില്ല. അല്ലെങ്കിൽ ഞാനെന്തിനാ പട്ടിണി ഇരിക്കുന്നത്? ഞാൻ കഴിക്കാൻ പോവാ. അതില് വരുന്നത് വരട്ടെ. ഇനി രൂപേഷേട്ടൻ ഇവിടെ ഇല്ലേ? കുറച്ചു മുൻപ് കണ്ടതുപോലെ തോന്നിയല്ലോ. ഏതായാലും ആദ്യ ഇണപക്ഷിയുടെ സ്ഥിതി ഒന്ന് നോക്കാം. ഒരു പക്ഷേ ഇണപക്ഷി അമ്പേറ്റ വേദനയിൽ കിടക്കുകയാണെങ്കിൽ ആ അമ്പ് വലിച്ചൂരി കൊടുക്കുന്ന രീതിയിൽ ചെന്ന് ഒന്നുകൂടി മുറിവേൽപ്പിച്ച് വിടാം. ജനിച്ചപ്പം മുതല് ഭർത്താവിനൊപ്പം കഴിക്കാൻ തുടങ്ങിയതൊന്നും അല്ലല്ലോ. ഒറ്റയ്ക്ക് കഴിച്ചാലേ എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ. എന്തൊരു വിശപ്പ്. ദർശനം വന്ന് വിളിച്ചതാ. അപ്പൊ വീണ്ടും വിളിക്കട്ടെ എന്ന് വാശി. എന്നിട്ടും ഓള് വിളിച്ചതാ. അപ്പോഴും വാശി. ഈശ്വര, ഇനിയിപ്പോ അടുക്കളയിൽ പോയാ ആഹാരത്തിന്റെ മുന്നിൽ വാശി വേണ്ട, വാശി വേണ്ടതെന്റെ മനസ്സ് പലവട്ടം പറഞ്ഞതാ. ആര് കേക്കാൻ? ഇത് സംഭവം ഞാൻ ഉദ്ദേശിച്ചത് തന്നെ. ഏതായാലും ഒന്ന് ഇടപെട്ട് നോക്കാം. രൂപേഷേട്ടാ, ഓ, ഇനി ഇതിന്റെയും കൂടെ ഒരു കുറവേ ഉള്ളൂ. കമ്പനിയിൽ ജോലിക്ക് വന്നോട്ടെന്ന് ചോദിക്കാനുള്ള വരവായിരിക്കും. ആ രൂപേഷേട്ടാ, ഞാൻ വന്നത് ശ്രേ, അമ്മയാണ് കമ്പനിയിൽ പുതിയ ആളെ എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അയ്യോ രൂപേഷേട്ടാ, ഞാൻ അതിന് വന്നതല്ല. പിന്നെ എന്റെ ഉള്ളിലൊരു സങ്കടം തോന്നിയിട്ട് വന്നതാ. സങ്കടം? നിനക്കെന്താ സങ്കടം? ഒന്നുമില്ല രൂപേഷേട്ടാ, ഓരോരുത്തരുടെ ഓരോ മാറ്റങ്ങൾ കാണുമ്പോ ഉള്ളിലൊരു സങ്കടം.